നമുക്കിന്ന് ചോറ് എല്ലാം റെഡി ആയിട്ടോ. നമുക്ക് കറിയൊന്നും ഇല്ലയെന്ന് ഓർത്ത് എല്ലാവരും ഇന്ന് വിഷമിച്ചിരിക്കുകയെന്നറിയാം. ചോറിൻ്റെ കറി പ്രത്യേകിച്ചൊന്നുമില്ല. എങ്ങോട്ട് നോക്കിയിട്ട് ഒരു സാധനം ഇട്ട് കാണുന്നില്ല. 2 മുറി തേങ്ങയും ഇച്ചിരി മുളകും ഉള്ളിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ നേരം ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് പണ്ട് കാലത്ത് അമ്മച്ചിമാരൊക്കെ അടുപ്പിലിട്ട് തേങ്ങ ചുട്ട് നല്ല വറുത്ത ചമ്മന്തി ഉണ്ടാക്കില്ലായിരുന്നോ? അപ്പോൾ നമുക്കിന്ന് ഗ്യാസ് വെച്ച് നമുക്ക് ഈ തേങ്ങ ചുട്ട് എങ്ങനെയാണ് ചമ്മന്തി അരയ്ക്കുന്നത് നോക്കാം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലൊന്നും തീയൊന്നും ഇല്ലല്ലോ നമുക്ക് തേങ്ങ ചുട്ടെടുക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഈ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ടിച്ചെടുത്തിട്ട് ഗ്യാസിനകത്ത് വെച്ച് നന്നായിട്ട് ചുട്ടെടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ചമ്മന്തി അരയ്ക്കാം. അത് മാത്രം മതി കഞ്ഞി കുടിക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ നമുക്കിന്ന്. ഇത് കണ്ടോ, ഇതൊരു വളരെ ചെറിയ തേങ്ങയാട്ടോ. ഒരു 300 ഗ്രാമൊക്കെ ഏകദേശം ഉള്ളൂ. നമ്മൾ 3-4 പേരൊക്കെയുള്ള വീട്ടിൽ ഇത് ധാരാളം മതി. അപ്പോൾ നമുക്കിത് വളരെ ലൈറ്റായിട്ട് മേളിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ ഇതുണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിയൊക്കെ എടുക്കണം. എന്നാലാണ് നമുക്ക് ചുട്ടെടുക്കാൻ എളുപ്പം. തേങ്ങ മൊത്തമായിട്ട് ചുട്ടാൽ ഉള്ളു വേവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. പണ്ട് വീട്ടിൽ അമ്മച്ചിമാരൊക്കെ എലിക്ക് കെണി വയ്ക്കുമ്പോൾ എലിക്കണിയിലൊക്കെ വെക്കുന്ന ഇതുപോലെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. ഇത് സൂപ്പറാണേ. ഇങ്ങനെ നമുക്ക് വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ കൊത്തിയെടുക്കാം. അങ്ങനെ 2 മുറി നമുക്ക് കൊത്തിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇതുണ്ടോ ആ 2 കുഞ്ഞു മുറി തേങ്ങയും നന്നായിട്ട് വൃത്തിയായിട്ട് ഇതുണ്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തിയെടുത്തു. ഇനി നമുക്കത് അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കാം. അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഒരു 5-6 ഇത്രയും എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇത്രയും ചേർത്താൽ മതി. ഇല്ലെങ്കിൽ 2, 3, 4 എരിവ് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഉള്ളി ഇത് ഞെടുപ്പൊക്കെ കളയാൻ നമുക്ക് ചുട്ടെടുത്തിട്ട് വേണം ഞെടുപ്പ് കളയാൻ കേട്ടോ. ഇത് കണ്ടോ ഇച്ചിരിക്ക് മാത്രം വാളംപുളി, ആവശ്യത്തിന് മാത്രം ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ. നല്ല രുചികരമായിട്ട് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാവേ. നമുക്കിത് എന്നാൽ ഗ്യാസിൽ വെച്ചൊന്ന് വറുത്ത് നോക്കിയാലോ. അടുത്തായിട്ട് നമ്മൾ മുളക് നന്നായിട്ട് ഗ്യാസ് വെച്ച് വറുത്തെടുക്കണം. അത് കൈ പിടിച്ച് വറുത്താലൊക്കെ നമുക്ക് കൈ പൊള്ളും. ഇതുണ്ട്. അപ്പം നമ്മൾ പപ്പടം കുത്തിയാൽ ഇതുണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ കൊരുത്തി കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കാം. നല്ല സൂപ്പറായിട്ട് ചുട്ടെടുക്കാവേ. തേങ്ങ ഇങ്ങനെ കുത്താന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കത്തി കൊണ്ട് കുത്തി കൊടുക്കണേ. തേങ്ങ ശരിക്കും കഷ്ണിച്ച് പോകും. അപ്പോൾ നമുക്ക് ഇതുണ്ട് മുളക് നന്നായിട്ട് നമുക്ക് ഇത് ഏകദേശം ഇത്രയും മുളക് മതി. ഞാൻ അത്രയും കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് അത്രയും തേങ്ങയ്ക്കും ഇത്രയും നന്നായിട്ട് കരിഞ്ഞെടുക്കണം. കരിഞ്ഞതല്ല ഇത് കണ്ടോ. നമ്മൾ ശരിക്കും മുളകെടുക്കുമ്പോൾ ശരിക്കും കത്ത് പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ അത് ഊതിക്കെടുത്തിട്ട് നന്നായിട്ട് എടുത്താൽ മതി. ഇത്രയും ബ്രൗൺ കളറായിരിക്കുന്ന നല്ല അടിപൊളി ചമ്മന്തി ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉള്ളി കേട്ടോ വറുത്തെടുക്കാനുള്ളത്. ഉള്ളി ഞാൻ നന്നാക്കിയാതെ കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി വേഗം കത്തിപ്പോകും. ഇത് നമുക്ക് പപ്പടം കുത്തിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്കത് ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസിനകത്തേക്ക് വെച്ച് നന്നായിട്ട് ഇച്ചിരി വേവിച്ചെടുക്കണേ. ഇല്ലെങ്കിൽ പച്ച വയ്ക്കുമ്പോൾ ചമ്മന്തിയുടെ യഥാർത്ഥ ടേസ്റ്റ് പോകും. ഈ നന്നായിട്ട് ശരിക്കും വെന്ത് കിട്ടി. ഇനി അതിൻ്റെ തോല് പൊളിച്ച് നമുക്ക് ഈ കൂട്ടത്തിൽ കൂട്ടാവേ. ഇനി നമുക്കെല്ലാം വറുത്ത് ഒരു വെച്ച് നമുക്കപ്പോൾ ഈ തേങ്ങ മിക്സിക്കകത്ത് വെച്ച് മിക്സിയുടെ ചെറിയ ചമ്മന്തിക്കാരനകത്ത് വെച്ചാട്ടോ അതിനകത്ത് വാരിയിട്ട് നന്നായിട്ട് ഒട്ടും വെള്ളം ചേർക്കരുത്. ശരിക്കും ചതച്ചെടുക്കാം. ഇതുണ്ട്. ഇപ്പം നല്ല ഇതുണ്ടോ തേങ്ങ വറുത്തത് നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് കിട്ടി. ഇതിനകത്തേക്ക് നമ്മൾ ബാക്കി ചേരുവയും ചേർത്തിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. തേങ്ങ ചതച്ചതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. അടുത്തായിട്ട് നമുക്ക് ചുട്ട് വെച്ചിരിക്കുന്ന വത്തലമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് അരച്ചെടുക്കാം കേട്ടോ. എന്നാലും നല്ല ഇനി അങ്ങനെ വേറെ എടുക്കണ്ട. ബാക്കി ഉള്ളിയൊക്കെ നന്നായിട്ട് കഴുകി നമ്മൾ വറുത്ത സാധനം അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ചേരുവ നമുക്കൊരു ചെറിയ കഷ്ണം പുളി കേട്ടോ. ഇത് കണ്ടോ ഈ പുളിയാണ്. ഇത്രയ്ക്ക് മാത്രം പുളി മതി കേട്ടോ. അത് നന്നായിട്ട് ശരിക്കും ഒരു ലേശം വെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞങ്ങ് ഒഴിച്ചാൽ ശരിക്കും ഇത് കുരുവൊന്നുമില്ല. ശരിക്കും ഇച്ചിരി വെള്ളം കൂട്ടി നനച്ചങ്ങ് എടുത്താൽ മതി. നമുക്ക് അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പയ്യൊന്ന് നനച്ച് കൊടുത്താൽ മതി. അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നല്ല അസലായിട്ട് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ.
നമ്മുടെ മുളകും തേങ്ങയൊക്കെ കൂടെ ചുട്ട് അരച്ച് നല്ല അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കറുത്തിരിക്കുന്നത്, നല്ല കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അടിപൊളിയായിട്ട് കുടിക്കാമായിരുന്നു. ഇപ്പോൾ ചോറായിരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് ചോറൊക്കെ തിന്നാം. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് ശരിക്കും പറയാം തേങ്ങ ചുട്ടും മുളകും ഒക്കെ ചുട്ടരച്ച നല്ല ഇതുണ്ടോ, നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ അടിപൊളി. അത് കാരണം ഇവിടെ കുഞ്ഞുമാവയൊക്കെ ചോറിനാനായിട്ട് അടിപൊളിയായിട്ട് ഇതേ മീമി വേണമെന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടേ. എൻ്റെ ചേട്ടനാണെങ്കിൽ പുറത്ത് ചുമ്മാ കാഴ്ച കണ്ടിരുന്ന ആ ചേട്ടന് ചോറ് കൊടുക്കാൻ ചുട്ടരച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാണ്. ചേട്ടന് ഇനി കൊടുത്തിട്ട് ചേട്ടൻ്റെ അഭിപ്രായമൊക്കെ കേൾക്കാം. ചേട്ടൻ ഏതായാലും ചോറും ഇന്ന് ചാള വറുത്തതും തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി കേട്ടോ. അത് രണ്ടും കൂടെ ഫുള്ള് നല്ല കോമ്പിനേഷനാണ്. നല്ല അടുപ്പിൽ നിന്ന് വാങ്ങിയ കഞ്ഞി കുടിക്കാനാട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു കറിയില്ലെങ്കിലും ചുമ്മാ ഇത്രയും സാധനങ്ങൾ വെച്ച് സ്പീഡിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ചമ്മന്തിയാണ്. ചേട്ടനോട് കഴിച്ചു നോക്കി കേട്ടോ. എന്നിട്ട് എന്നാന്ന് വെച്ചാൽ വിവരം നമ്മുടെ ആൾക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു തരേ. ഞാൻ കഴിച്ചു വയ്ക്കൂ. ഞാനേതായാലും ചുട്ടരച്ച് ചമ്മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഏതായാലും എൻ്റെ ഭാര്യ വൈകുന്നേരമായപ്പോൾ എനിക്ക് തന്നേക്കുന്നതാണ് ചുട്ടരച്ച് ചമ്മന്തിയും ചോറും. ഞാൻ നമ്മുടെ ഒരു കുഞ്ഞുണ്ട്, അതിന് ചില ചോറ് കൊടുത്തു നോക്കട്ടെ. ഒന്ന് പിടിച്ച് ചുട്ടരച്ച ചമ്മന്തിയാ നോക്കട്ടെ, ഒന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. അടിപൊളിയാണെങ്കിൽ അടിപൊളിയാന്ന് പറയാം. മീൻ യാ ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടിപൊളി സാധനമാണ്. വീട്ടിലെ ചേട്ടന്മാർക്ക് എല്ലാം അരച്ചു കൊടുക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. അരൊന്ന് അരച്ച് കൊടുത്തു. എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ ഏറ്റവും നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.